ഹലോ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ 11 കിച്ചൺ ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പായിട്ട് ഷെയർ ചെയ്യുന്നത് കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. തണുപ്പൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ടൈമിൽ ചെറിയ ചെറിയ പ്രാണികളും ഉറുമ്പും കാര്യങ്ങളെല്ലാം വരുന്നതായിട്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാനിത് സാധാരണ നമ്മൾ DIY സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ പ്രാണികളൊന്നും വരില്ല. അതുപോലെ തന്നെ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഉറുമ്പ് ഈ ഒരു സീസണൽ ആയതുകൊണ്ടായിരിക്കും ആ ഒരു ഉറുമ്പിൻ്റെ ഇതൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മുടെ സ്ലാബിൻ്റെയും ഈ ഒരു വാളിൻ്റെയും ഇടയിലുള്ള ഭാഗത്താണ് ഉറുമ്പ് കാര്യങ്ങളെല്ലാം അധികമായിട്ട് കാണലുള്ളത്. ആ ഒരു ഗ്യാപ്പിലൂടെയാണ് ഇത് വരൽ. അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുള്ളതായിരുന്നു. വൈകുന്നേരം ഞാനിപ്പോൾ ഇത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഇത് വീണ്ടും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഫുൾ റാക്കെല്ലാം മാറ്റിയിട്ട് ഒന്നും കൂടെ വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ആ ഒരു ഉറുമ്പ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും ക്ലീൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എഫക്റ്റീവായിട്ടുള്ളൊരു മിക്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈസോളാണ്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1 കപ്പ് വെള്ളത്തിലേക്ക് ഒരു ക്യാപ്പ് ഫുൾ ഓഫ് ലൈസോളാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ആ ഒരു കോർണേഴ്സും വിൻഡോ ഏരിയാസും എല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് ലീവ് ചെയ്യാൻ നേരത്തെ രാത്രി ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കൗണ്ടർ ടോപ്പ്. ആ ഒരു ടൈമിൽ ഈ ഒരു മിക്സിൻ്റെ സ്പ്രേ ആക്കിയിട്ട് ആ ഒരു സൈഡിൽ കോർണേഴ്സിലും ജനലിൻ്റെ ആ ഒരു സൈഡിലെല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യമില്ലാതെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ട് കൗണ്ടർ ടോപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് തുടച്ചിട്ടും പോവാത്ത ഉറുമ്പ് ശല്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈസോളൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുഡ് ഐറ്റത്തിലൊന്നും ആവാതെ തന്നെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റായിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ടൈം ടു ടൈം ക്ലീനിങ് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതുപോലെ നമ്മുടെ ബോട്ടിൽസിൻ്റെ ഒക്കെ ലിഡ് മെറ്റലൊക്കെ ആണെങ്കിൽ അതപ്പം തന്നെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരുപാട് നേരം വെറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റലിൽ റസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെറ്റൽ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്ന നേരത്തും പീൽ ചെയ്യുന്ന നേരത്തും അതിൻ്റെ വേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിലിടാതെ അത് കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു ട്രേയോ ബൗളോ അല്ലെങ്കിൽ ഒരു പേപ്പറെങ്കിലും കരുതേണ്ടതാണ്. ഇത് നമ്മുടെ ക്ലീനിങ് എഫേർട്ട് കുറക്കാനും ടൈം സേവ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു ഹാബിറ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പലപ്പോഴും പലരും ചെയ്യുന്നത് കാണാം, കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് ആ ഒരു വേസ്റ്റ് കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം ബാക്കി കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തു മാറ്റുന്നത്. അപ്പോൾ അത്രയും നേരം ഒരു ക്ലട്ടേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെൻ്റൽ കാര്യങ്ങളും പിന്നെ നമ്മൾ ക്ലീനായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കിച്ചണിൽ നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഉള്ള ആ ഒരു മെൻ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സന്തോഷങ്ങൾ കീപ്പ് ചെയ്യാനും പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എപ്പോഴും ഒരു ശീലമാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞതാ വീണ്ടും വന്നിട്ട് ഞാൻ ഈ ഒരു പൊട്ടാറ്റോസ് 5 മിനിറ്റ്സ് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോയിൽ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. നെക്സ്റ്റ് ഇത് അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും മുളകും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. കുട്ടിയൊക്കെയുള്ള സ്നാക്സാണ്. അപ്പോൾ ഒരുപാട് ഉപ്പ് ഒരുപാട് മധുരമൊന്നും അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം.
നോൺ വെജ് ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ടൈമിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ കുക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഒരുപാട് നേരം പുറത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ലാതെ ഒരുപാട് ബാക്ടീരിയാസ് അബ്സോർബ് ചെയ്യുന്നൊരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ അതൊരു വാഷ് കഴിഞ്ഞിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അതിലുള്ള ആ ഒരു ബ്ലഡോടെ കൂടെ തന്നെ എടുത്ത് വെക്കാണ്ട് ഒരു വെള്ളത്തിലെങ്കിലും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങളത് കുക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് മാരിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ആ ഒരു മാരിനേഷൻ ടൈമിലൊക്കെ നിങ്ങൾ വിനെഗറൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ആൻറ്റി ബാക്ടീരിയലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റായിട്ട് ഇതാ നമ്മൾ കൊണ്ടുവരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ബാഗ്സൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫിഷ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ബാഗ്സ് കാര്യങ്ങളെല്ലാം നല്ല സ്മെല്ലായിരിക്കും അതിന്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് വേണം വേസ്റ്റ് ബിന്നിൽ ഇടാനായിട്ട്. ഇനി നമ്മൾ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്തെ ചെയ്യേണ്ടത് ഓയിൽസൊക്കെ റീയൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെറിയ കടായിസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമുക്കത് 2 ബാച്ചൊക്കെ ആക്കിയിട്ട് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരും. എന്നാലും നമ്മളത് ഒരു വലിയ കടായിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിൽ വേസ്റ്റ്, നമ്മൾ റീയൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരുപാട് ഓയിൽ വേസ്റ്റേജ് വരും. റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മളെക്കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യുക. നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കുറച്ച് നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയാനായിട്ടുള്ളത്, നമ്മളൊരുപാട് നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഒരു കുക്കിങ്ങിൻ്റെ മിഡ് ടൈം ഒരുപാടുണ്ടാവും നമുക്ക്. അത് നമ്മൾ ആ ഒരു വെയിറ്റിംഗ് ടൈം ആക്കിയിട്ട് മാറ്റാതെ അതിന് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യൂറ്റൻസിൽസൊക്കെ വാഷ് ചെയ്തെടുത്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇതുപോലെ വൈപ്പ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. പിന്നെ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ചെറിയ ചെറിയ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു കുക്കിംഗ് ടൈമിൻ്റെ ഇടയിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുക്കിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാക്കി ജോലികളും കൂടെ കഴിയുന്നതാണ്. ഇനി ഇത് നമ്മൾ ബാക്കിയുള്ള പൊട്ടാറ്റോസും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള കടായിസും പൊട്ടാറ്റോസൊക്കെ മറിനേഷൻ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഇതാ നമ്മൾ കുക്ക് ചെയ്യുന്ന നേരത്തെ യൂസ് ചെയ്യുന്ന സ്പൂൺസ്, സ്റ്റാപ്ലേഴ്സ് കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ സ്റ്റൗയുടെ ടോപ്പിലൊന്നും വെക്കാതെ ഇതുപോലെയുള്ള പാത്രങ്ങളോ ലിഡോ ഒക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഗ്യാസിൻ്റെ വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് റെഡി ടു കുക്കാക്കി വെക്കുക എന്നുള്ളത്. അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്തെടുത്ത് വയ്ക്കുക. കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കട്ടിങ് ഒക്കെ ചെയ്തെടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്ന മസാലാസൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തെടുത്ത് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ടൈമും അതുപോലെ തന്നെ ഗ്യാസും കൂടെ ലാഭിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്തെ എപ്പോഴും തിളച്ച വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അത് നമ്മുടെ കുക്കിംഗ് ടൈം കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ കുക്കിംഗ് ടൈം സേവ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മസാലാസൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് തിള വരുമ്പോൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മസാലാസ് കാര്യങ്ങളെല്ലാം വെന്ത് കിട്ടാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. ഇനി നമ്മൾ മീൻകറിയൊക്കെ വെക്കാൻ നേരത്ത് മീനൊന്നും പൊടിഞ്ഞു പോവാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ മസാലക്കൂട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മത്തി, അയില പോലെയുള്ള കാര്യങ്ങൾ 7 to 8 മിനിറ്റ്സിൽ തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇതുപോലെയുള്ള ചൂരയൊക്കെ ആണെങ്കിൽ അതിലും കുറച്ച് ടൈമും കൂടെ എടുക്കുന്നതാണ്. അപ്പോൾ ചൂരയൊക്കെ കുറച്ച് നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കുഞ്ഞു മീനും അല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മസാലയൊക്കെ തിളച്ച് വന്നതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഡിന്നറാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്തെടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു കാര്യമാണ് നെക്സ്റ്റ് ഡേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നമ്മൾ രാവിലെ കുതിർത്തിട്ടുള്ള
അരിയും ഉഴുന്ന കാര്യങ്ങളൊക്കെയാണ് ദോശക്കുള്ള മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഇത് ഈ ഒരു നേരത്ത് തന്നെ നമ്മൾ അരച്ചും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരിക. അപ്പോൾ അതും കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്സ്റ്റ് ഡേക്കുള്ള മീൽ പ്രിപ്പും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ടൈം ഓൾമോസ്റ്റ് ഹാഫ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്സ് കാര്യങ്ങളെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.